സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നിലമ്പൂരിലും മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിയാണ്. പ്രവർത്തക സമിതി യോഗത്തിൽ നിന്നും ഒരു വിഭാഗം ഇറങ്ങിപ്പോയി. 5 ഡിവിഷനുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം. മുമ്മുള്ളി വാർഡിനെ ചൊല്ലിയാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ തർക്കമുണ്ടായത്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ലീഗിൽ വാർഡിനെ ചൊല്ലിയുള്ള തർക്കം എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെയാണ് ഈ പാർട്ടി തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേർന്നത്, മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗം ചേർന്നത്. പക്ഷേ ആ യോഗം തന്നെ ഇത്തരത്തിലൊരു വാക്ക് തർക്കത്തിനും വിഭാഗീയതയും ഒക്കെ തന്നെ അവസാനിക്കുകയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നിലമ്പൂരിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയും ട്രഷററും അതുപോലെ തന്നെ പ്രസിഡന്റും ചേർന്ന് ഏകപക്ഷമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിമത വിഭാഗം ലീഗ് മത്സരിക്കുന്ന 3 സീറ്റുകളും പുറമെ കോൺഗ്രസ് മത്സരിക്കുന്ന 2 സീറ്റുകളും അടക്കം 5 സീറ്റുകൾ മത്സരിക്കാൻ വേണ്ടി വിമത നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവിടുത്തെ മുന്നണി ബന്ധത്തെ പോലും സാരമായ രീതിയിൽ ബാധിക്കുന്ന തീരത്തിലേക്ക് ഈ പൊട്ടിത്തെറി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരുപാട് കാലം UDF നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയായിരുന്നു നിലമ്പൂർ. കഴിഞ്ഞ തവണ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അതുപോലെ തന്നെ ലീഗിലെ തർക്കവും ഒക്കെ കാരണം ലീഗിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം വരികയും നിലമ്പൂരിൽ പതിറ്റാണ്ടുകളായി UDF ഭരിച്ചിരുന്ന നഗരസഭ തന്നെ UDF മുന്നണിക്ക് തന്നെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ പരിഹരിക്കാൻ വേണ്ടി UDFും ലീഗും ഒക്കെ കോൺഗ്രസും ലീഗും ഒക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിലും ലീഗിലെ വിഭാഗീയത വലിയ തോതിൽ വലിയ ചർച്ചയായി മാറുന്നു. മാത്രമല്ല, ഇപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിൽ രാജിക്കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. എല്ലാ പദവികളിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കമുണ്ടായി രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരാളും സമാനമായ രീതിയിൽ തന്നെ വിമത സ്ഥാനാർത്ഥിയാവാനുള്ള തീരുമാനത്തിലാണ്. സ്മൃതി. ശരി, അഷ്കർ അലിയാണ് മലപ്പുറത്ത് ലീഗിലുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.